ഹലോ ഗൈസ്, അപ്പോൾ നമ്മുടെ വൈദു കുട്ടിയുടെ ബർത്ത്ഡേ സെലിബ്രേഷനാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ നമ്മുടെ വൈദു കുട്ടിക്ക് 4 വയസ്സ് പൂർത്തിയായിട്ടിരിക്കുകയാണ്. അപ്പോൾ അതേ 4 വയസ്സ് പൂർത്തിയായിട്ട് ഉള്ള ബർത്ത്ഡേ ഫംഗ്ഷൻ്റെ കുട്ടിയൊരു എന്താ പറയുക, ഒരു ഷോർട്ട് വീഡിയോ ആണ് കേട്ടോ. കാരണം വലിയ വ്ലോഗ് കാര്യങ്ങളൊന്നും എടുക്കാൻ പറ്റില്ല. അവളുടെ അച്ഛനും അമ്മയ്ക്കും എനിക്കുമൊക്കെ ജോലി ഉണ്ടായിരുന്നു. ഞങ്ങൾ ജോലിയൊക്കെ കഴിഞ്ഞ് വന്ന് വൈകുന്നേരം ഒരു 9 മണിയോട് കൂടിയിട്ടായിരുന്നു കേക്ക് കട്ടിങ്. അപ്പോൾ അവളുടെ അമ്മൂമ്മ എടുത്ത് കൊടുത്ത ഡ്രസ്സാണ് കേട്ടോ അവൾ ഇട്ടിരിക്കുന്നത്. നല്ലൊരു പാവാട ബ്ലൗസാണ്. അപ്പോൾ ഇനിയിപ്പോൾ ഓണമൊക്കെ വരുന്നുണ്ട്. അപ്പോൾ അതിനായിട്ടും ഒക്കെ വേണ്ടിയിട്ട് നമുക്ക് പാവാട ബ്ലൗസും വേണമല്ലോ. അപ്പം അല്ലാതെ ഉപയോഗിക്കാൻ പറ്റുന്ന നല്ലൊരു ഡ്രസ്സാണ് കേട്ടോ. അപ്പോൾ ഭയങ്കര ക്യൂട്ടായിട്ടുണ്ട് നമ്മുടെ വൈദുകുട്ടി. അപ്പോൾ ഇതേ ചിറ്റപ്പനും അപ്പച്ചിയും കൊച്ചച്ഛൻ്റെ മക്കളും ഒക്കെ വന്നിട്ടുണ്ട്. അപ്പോൾ നമ്മളെല്ലാവരും കൂടിയിട്ട് കേക്ക് കട്ട് ചെയ്യുകയാണ്. പക്ഷേ അവളുടെ പേരപ്പനുണ്ടല്ലോ, അതിന് വീട്ടിന് എത്തിയിട്ടില്ല വർക്ക് കഴിഞ്ഞിട്ട്. അപ്പോൾ ആളെന്തായാലും ഇതിലില്ല, ആൾ ഇതിൽ മിസ്സായിട്ടുണ്ട്. അപ്പോൾ ഇതേ നല്ല രീതിയിൽ നമ്മൾ കേക്ക് കട്ട് ചെയ്ത് ഞാനും വന്ന പാടെ ഡ്രസ്സൊന്ന് ചേഞ്ച് ചെയ്തതേ ഉള്ളൂ. അപ്പോൾ കുളിക്കൊക്കെ വേണം ഇനി. പിന്നെ ഇതേ നല്ല വാഞ്ചോ ക്ലേക്ക് എന്നൊക്കെ വന്നു. കേക്കായിരുന്നു നല്ല അടിപൊളി ടേസ്റ്റി ആയിട്ടുള്ള നല്ലൊരു ഐസിങ് കേക്കായിരുന്നു കേട്ടോ. സൂപ്പറായിരുന്നു. അപ്പോൾ നല്ലപോലെ നമ്മൾ കേക്കൊക്കെ കട്ട് ചെയ്തു, എല്ലാവർക്കും ഷെയർ ചെയ്തൊക്കെ കൊടുത്തു. ഇനിയിപ്പോൾ ചെറിയ രീതിയിലുള്ളൊരു ഗിഫ്റ്റ് എന്താണെന്ന് വെച്ചാൽ, നമ്മൾ വലിയ രീതിയിലുള്ള ആഘോഷങ്ങൾ എന്തായാലും രണ്ടുപേരുടെയും നടത്താറില്ല. അവരുടെ സന്തോഷത്തിന് വേണ്ടിയിട്ട് നമ്മൾ ബലൂണ്, അതുപോലെ തന്നെ കേക്ക്, ചെറിയ അവർക്ക് വേണമെന്ന് തോന്നുന്നു, അവർ ഇടസമയത്ത് എപ്പോഴോ നമ്മളോട് ആവശ്യപ്പെട്ടിട്ടുള്ള എന്താ പറയുക എന്തെങ്കിലും കാര്യങ്ങൾ നമ്മൾ നോട്ട് ചെയ്ത് വെച്ചിട്ട് അതിങ്ങനെ സർപ്രൈസായിട്ട് നമ്മൾ ഗിഫ്റ്റ് കൊടുക്കും. അങ്ങനെയാണ് നമ്മൾ ഗിഫ്റ്റ് ചെയ്യുന്നത്. അവർക്ക് മക്കൾക്ക് എപ്പോഴും അത് ഭയങ്കര സർപ്രൈസ് ആയിരിക്കും. അങ്ങനെ യൂസ്ഫുൾ ആയിട്ടുള്ള ഗിഫ്റ്റാണ് എപ്പോഴും ഞാൻ ചൂസ് ചെയ്യുക. അതുപോലെ തന്നെ അവളുടെ അച്ഛനും അമ്മയും അത്ര യൂസ്ഫുൾ ആയിട്ടുള്ള ഗിഫ്റ്റാണ് അവൾക്ക് വേണ്ടിയിട്ട് ചൂസ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ എന്താണ് നമ്മൾ ഈ ഗിഫ്റ്റ് പൊട്ടിക്കുമ്പോൾ നമുക്ക് കാണാൻ പറ്റും. അപ്പോൾ എന്താണെന്നിങ്ങനെ വൈദുകുട്ടി ഭയങ്കര എക്സൈറ്റഡ് ആയിട്ട് നോക്കിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ നമ്മളെല്ലാവരും ഇങ്ങനെ ഭയങ്കര എക്സൈറ്റഡ് ആയിട്ട് നിൽക്കുകയാണ്. അപ്പോൾ ഈ ക്ലേ ആണ് കേട്ടോ. അപ്പോൾ അവൾക്ക് ക്ലേ മുമ്പ് വാങ്ങിച്ചു കൊടുത്തിട്ടുണ്ടായിരുന്നു. അത് മുഴുവൻ കുഴച്ച് മിക്സ്ഡ് ആയിട്ടുള്ള കളറുകളെല്ലാം അവൾ ഒരുമിച്ച് ചേർത്ത് ഒന്നാക്കി കളഞ്ഞു. അപ്പോൾ ആ ക്ലേ കൊണ്ട് വലിയ ഉപകാരമൊന്നും ഉണ്ടായില്ല. പക്ഷേ ക്ലേ വെച്ച് കളിക്കുന്നത് ഇവർക്ക് രണ്ടുപേർക്കും ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. അപ്പോൾ അവൾക്ക് ക്ലേ, അതുപോലെ തന്നെ വാച്ചും അവർക്ക് ഭയങ്കര ഒരു എന്താ പറയുക ഇഷ്ടമുള്ളൊരു സാധനമാണ് വൈദുകുട്ടിക്ക്. അതുപോലെ തന്നെ അവളുടെ ചേച്ചിക്കും അങ്ങനെ തന്നെയാണ്. അപ്പോൾ വാച്ച്, അതുപോലെ ക്ലേ, പിന്നെ തലയിലിരിക്കുന്ന ഹെയർ ബാൻഡ്, ഇതൊക്കെ ഭയങ്കര എന്താ പറയുക യൂസ്ഫുള്ളാണ്. നമുക്ക് പിന്നീടും യൂസ് ചെയ്യാം. അങ്ങനത്തെ ഗിഫ്റ്റാണ്. അപ്പോൾ ഈ ഗിഫ്റ്റ് ഞങ്ങൾ കൊടുത്തിട്ടുള്ള ഗിഫ്റ്റാണ്. അപ്പോൾ കുഞ്ഞിപ്പെണ്ണാണ് ഗിഫ്റ്റ് കൊടുത്തത്, അവളുടെ കുഞ്ഞേച്ചിയാണ് ഗിഫ്റ്റ് കൊടുത്തത്. ഇത് ഭയങ്കര യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു സാധനം തന്നെയാണ് ഞാനും കൊടുത്തതെന്ന് കരുതുന്നത്. എന്ന് വെച്ചാൽ അവളുടെ എന്താ പറയുക തിങ്സൊക്കെ, അതായത് മേക്കപ്പ് ആക്സസറീസോ അല്ലെങ്കിൽ സ്കൂൾ ആക്സസറീസോ അങ്ങനെ എന്ത് വേണേലും ഓർഗനൈസ് ചെയ്ത് വെക്കാൻ പറ്റുന്ന ഒരു കുട്ടി സ്റ്റാൻഡാണ് കേട്ടോ. ഭയങ്കര ക്യൂട്ടായിട്ടുള്ളൊരു സ്റ്റാൻഡാണ് നമ്മൾ ഗിഫ്റ്റ് കൊടുത്തത്. അപ്പോൾ നമ്മളിത് ഓൺലൈനിൽ നിന്ന് വാങ്ങിച്ചിട്ടുള്ള ഗിഫ്റ്റായിരുന്നു. അപ്പോൾ ഇഷ്ടപ്പെട്ടെങ്കിൽ കമൻറ്റ് ചെയ്യണം കേട്ടോ. അപ്പോൾ പിന്നെ ഈ ഉടുപ്പ് അമ്മ കൊടുത്തത് തന്നെ, അമ്മ ഇതിൻ്റെ ഇടയിൽ എന്തെങ്കിലും കൊടുക്കണമെന്ന്